ഓടിക്കറി നടക്കാൻ പറഞ്ഞു വണ്ടി കൊടുക്കാം. ഇത്തരത്തില് ഒരു അനുശോചന സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ പറയാൻ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. നമ്മുടെ നാട് മുമ്പൊന്നും കണ്ടില്ലാത്ത വിധം ഒരു ദുരന്തത്തിന് സാക്ഷിയായി തീർന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ കന്യാകുമാരിക്ക് സമീപത്ത് നിന്ന് ഉത്ഭവിച്ച് ഗുജറാത്തിലെ നർമ്മദ താപ്തി നദീതടങ്ങളിൽ അവസാനിക്കുന്ന പശ്ചിമഘട്ട നിരകൾ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ പോകുന്ന ഈ പശ്ചിമഘട്ടത്തിന്റെ 450 കിലോമീറ്റർ നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരുവിലാണ് നമ്മുടെ കേരളം. ഈ പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന വയനാട് ജില്ലയിലെ ചൂരൽമലയും മുണ്ടക്കൈ എന്നീ സ്ഥലങ്ങളിൽ ഒരു സാമാന്യ ഭേദപ്പെട്ട ഒരു ടൗണാണ്. അവിടെ 2 ദിവസം മുമ്പുണ്ടായ ഒരു രാത്രി നമുക്കെല്ലാം അറിയാം, വളരെ ഒരു ദുരന്തം. രാത്രി ഉറങ്ങിക്കിടന്നപ്പോഴേ ഉരുൾപൊട്ടി ഒരുപാട് ജീവനുകൾ അപഹരിച്ചു. കണക്കനുസരിച്ച് 300ഓളം മൃതദേഹങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. എത്രയോ ആൾക്കാർ ഇനിയും മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്. നിരവധി വീടുകൾ, 200ലധികം വീടുകൾ നാമാവശേഷമായി. ഒരു ഗ്രാമം ഒന്നടങ്കം ഒലിച്ചുപോയി. അപ്പോൾ ആ ദുഃഖത്തിൽ, ഈ മരണപ്പെട്ടവരുടെ ദുഃഖത്തിൽ, മരണപ്പെട്ടവർ അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരേണ്ടതുണ്ട്. നമ്മുടെ സഹജീവികളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയുമായി ഈ സംഭവങ്ങൾക്ക് സമാനതകളുണ്ട്. നമുക്കറിയാം, ഈ പശ്ചിമഘട്ടത്തിൽ 10 വർഷം മുമ്പ് മാധവ് ഘാട്ടിൽ എന്ന ഒരാളിനെ ഇതിനെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചു. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. ആ ഭൂമിയെ ഒരു 3 കാറ്റഗറിയായി തിരിച്ചു. എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി. ഈ സി കാറ്റഗറിയിലാണ് ജനങ്ങൾക്ക് അധിവസിക്കുന്നത്. അവിടെ യാതൊരുവിധ ഖനന പ്രവർത്തനങ്ങളും പാടില്ല. പരിസ്ഥിതിയോര പ്രദേശങ്ങളാണ്, അങ്ങനെ ഒരിക്കലും പാടില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ അധികാരിവർഗം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ഈ പറഞ്ഞ ചൂരൽമലയുടെയും ഈ മുണ്ടക്കൈ ഇതിന്റെ ചുറ്റുമായി 21ഓളം കോറികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കോറിയുടെ പരിണിത ഫലമാണ് നമ്മളെ പോലെ രാത്രി കിടന്നുറങ്ങിയ ഒരു ജനതയെ വിശേഷം നശിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാം കേരളത്തിലെ ഒന്നടങ്കം ഇന്ത്യ മനസാക്ഷി, രാജ്യത്തിന്റെ തന്നെ മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിൽ ഉറങ്ങിക്കിടന്ന ആൾക്കാരെ നിഷ്കരണം യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെടുകയല്ലേ ചെയ്തത്. കൂടുതൽ പറയുന്നത് അധികം പറ്റാവും. ഈ ദുരന്തങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ നിർമ്മിതമാണ്. ഇത് ഒരു കൂട്ടം മാഫിയകൾ അവരെ പണച്ചാക്കിന്റെ വലിപ്പം കൊണ്ട് അധികാരികളെ പ്രേരിപ്പിച്ച്, അവർക്ക് പൈസ കൊടുത്ത്, കൈക്കൂലി കൊടുത്ത് അവരെ പ്രേരിപ്പിച്ച് നേടിയെടുക്കുന്ന ഈ പാറക്കോടികൾക്ക് അവർ കോടികൾ ഉണ്ടാക്കാനാണ്. ഈ നമ്മുടെ ഈ ജനതയെ, ഈ പാവപ്പെട്ട കൃഷി ചെയ്ത് സ്വസ്ഥമായി ജീവിക്കുന്ന ജനതകളുടെ ജീവിതവും അവരുടെ മറ്റ് ജീവജാലങ്ങളുടെ സമതുലിതാവസ്ഥയും ഇവിടുത്തെ ജീവജാലങ്ങൾ മുഴുവൻ ഭൂമി നശിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് 1 or 2 മാഫിയകൾക്ക് തടിച്ചു കൊടുക്കാൻ വേണ്ടി അധികാരികളൊപ്പം രാഷ്ട്രീയക്കാരുൾപ്പെടെ, അതാരാണോ ഭരിക്കുന്നത് അവരുൾപ്പെടെ ചെയ്യുന്ന വളരെ ക്രൂരമായ, കിരാതമായ ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകമായ
സംഭവങ്ങൾ കണ്ടും നേരിൽ ടിവികൾ വഴി നേരിൽ കണ്ടും കേട്ടും എല്ലാ വീടുകളിലും ഇന്ന് ഈ ദുരന്തത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഇത് ഒരു വളരെയധികം ചിന്തിക്കേണ്ടത് എങ്ങനെ അതായത് ഇപ്പോൾ കോറി പ്രവർത്തിക്കുമ്പോൾ മണ്ണൊക്കെ പാറ പൊട്ടിച്ചിരുന്നത് തമിഴ് വെച്ചടിച്ച് കഷണങ്ങളാക്കി അത് ആളുകൾ കൂടുതലടിച്ച് അങ്ങനെയൊക്കെയാണ് പാറ സമ്പാദിച്ചത്. അവിടെ നിന്നെല്ലാം മാറി ഇപ്പോ ഈ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാനും വയനാട്ടിൽ വർക്ക് ചെയ്തിട്ട് മേപ്പാടിയാണ് പ്രധാന ടൗൺ. അവിടെ ഒരു സൈഡിലേക്ക് പോകുന്നിടത്താണ് ഈ ചുരുൾ മലയും അതുപോലെ നമ്മൾ ഈ ദുരന്തം നടന്ന സ്ഥലങ്ങളൊക്കെ. അതിന് അടുത്ത 1989 ഏറ്റവും വലിയ മഴ ആ സമയത്ത് ഞാനവിടെ ജോലി ചെയ്യാം. അപ്പം അന്ന് അവിടെ ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടലുണ്ടായപ്പോഴത്തേക്ക് 6 പേരാണ് മരിച്ചത്. അപ്പം അന്ന് കാലഘട്ടത്തിൽ വയനാട്ടിലെ പ്രകൃതി അതാണ്. ഉരുൾപൊട്ടൽ സ്വാഭാവികമാണ്. ഒരു 10 താഴെ ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അവിടെയാണ് നമ്മൾ ഇത്രയും ഭീകരമായ ഒരു ദുരന്തം അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ 1977 ഉണ്ടായ ദുരന്തം നമ്മൾ കണ്ടതാണ്. ഞാൻ അവിടെ നേരിട്ട് പോയതാണ് ആ സ്ഥലത്ത്. അവിടെ ചെന്ന് കുറെ പാറയും യുക്കാല മരങ്ങളൊക്കെ ഇങ്ങനെ ചതഞ്ഞിരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ SR എന്ന അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ SR ബസ്സാണ് മൂതലം പറഞ്ഞത്. അപ്പൊ അത്ര ഒരു ചെറിയ ആഘാതം മാത്രമാണ് അന്ന് അവിടെ ഉണ്ടായ ആ ഉരുൾപൊട്ടലോട് സംഭവിച്ചതെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ വയനാട്ടിൽ അന്നിടത്തപ്പോൾ 6 പേര് മരിച്ചിടത്ത് ഇന്ന് മരണം 300-ലേറെയായി. കുറേയേറെ ആൾക്കാർ നമ്മൾ കാണാൻ ഇതൊക്കെ സ്ഥലങ്ങൾ നേരിട്ട് എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണ്. ഈ പുത്തുമല എന്ന സ്ഥലത്താണ് നേരത്തെ ഒരു ദുരന്തം ഉണ്ടായത്. ആ സമയത്ത് നമ്മുടെ ശരിക്കത്ത് ബദറുദ്ദീൻ സാറും ഞാനും അടുത്തടുത്ത പ്രദേശങ്ങളിലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്കൂളാണെന്ന് വിളിച്ചുപോയത്. ആ പള്ളിയും അതിനോടനുബന്ധിച്ച് താമസിക്കുന്ന കുറേ ആളുകളും തോട്ടം തൊഴിലാളികളാണ്. പാവപ്പെട്ട നല്ലവരായ മനുഷ്യർ. നമ്മൾ കേരളത്തിൽ നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയ ആൾക്കാരും മറ്റ് തമിഴന്മാരും ഒക്കെ അവിടെ ഈ പാടികളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ പോലുള്ള പാടികളിലാണ് സ്കൂളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലം ഞാൻ അതിനുശേഷം ഒരു തവണ പോയി കാണുകയുണ്ടായി.